ഇന്ന് നമുക്ക് ഇറാഖിലോട്ട് പോയാലോ? ഒരു ഇറാഖി ഡിഷാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത് കേട്ടോ. വളരെ രുചികരവും കാണാൻ ഭംഗിയും എളുപ്പമുള്ള ഒരു ഡിഷാണ്. നല്ല രസമില്ലേ കാണാനായിട്ട്? നല്ല രുചികരമായിട്ടുള്ള ഒരു ഡിഷാണ് കേട്ടോ. അപ്പോഴത്തേനും നമുക്കതിന് എന്നാക്കെയാണ് വേണ്ടതെന്ന് നോക്കാവേ. നോക്കിയേ, വളരെ കുറച്ച് സാധനങ്ങളേ ഉള്ളൂ. ഒരു മീഡിയം സൈസ് തക്കാളി എടുക്കണേ. തക്കാളി എടുത്തിട്ട് കുനുകുനാന്നങ്ങോട്ട് അരിയണം. അതുപോലെ തന്നെ ചെറിയൊരു പിടി പാഴ്സലി എടുത്ത് കുനുകുനാന്നങ്ങോട്ട് അരിയണേ. പിന്നെ ഒരു ചെറിയ ഓനിയൻ എടുത്തിട്ട് അത് കുനുകുനാന്നങ്ങോട്ട് അരിയണം. അതിൻ്റെ കൂട്ടത്തിൽ ഒരു 200 ഗ്രാം മിൻസ്ഡ് മീറ്റ്. അത് ഞാനിവിടെ ബീഫ് എടുത്തിരിക്കുന്നെങ്കിലും നമുക്ക് ചിക്കൻ ഉപയോഗിച്ചും ഇത് ചെയ്യാം കേട്ടോ. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലോ കുക്കിംഗ് ഓയിൽ, നമ്മുടെ തേങ്ങാ എണ്ണ അല്ലാത്ത ഏത് കുക്കിംഗ് ഓയിൽ ഉപയോഗിച്ചാലും കുഴപ്പമില്ല. പിന്നെ ആവശ്യത്തിനുള്ള കുരുമുളക് ഇടണം, ഉപ്പിടണം. കുരുമുളക് നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നത് ഇതിൻ്റെ എരിവ് കുരുമുളക് കൊണ്ട് മാത്രം, അതുകൊണ്ട് ആവശ്യത്തിനുള്ള കുരുമുളക് ചേർത്തോണേ. എന്നിട്ട് നമ്മൾ ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ, നമ്മൾ അതിൻ്റെ പരുവ് എന്ന് പറയുന്നത് നമ്മൾ കയ്യിൽ ഉരുട്ടുമ്പോൾ അത് ഉരുണ്ട് വരണം. അത് ബോളല്ലേ, അപ്പോൾ ബോളായിട്ട് വരണം. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ അത് മാറ്റി വെച്ചതിന് ശേഷം ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് റവ ഇടാം. 1 കപ്പ് റവ, അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിക്കുക. അത് നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിച്ച് വെക്കുക. ഈ സമയത്തുണ്ടല്ലോ, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. ഞാൻ ഒന്നുകൂടെ റിമൈൻഡ് ചെയ്യുക. എന്നിട്ടത് മാറ്റി വെക്കുക. മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ 3 മീഡിയം സൈസ് ബീറ്റ്റൂട്ട് എടുക്കുക. അതിനെ സമചതുരങ്ങളായിട്ട് അരിഞ്ഞു വെക്കുക. എന്നിട്ട് അതും മാറ്റി വെച്ചതിന് ശേഷം നമുക്കൊരു പാൻ എടുത്ത് അതിലേക്ക് വെളിച്ചെണ്ണ അല്ലാത്ത ഏതെങ്കിലും ഒരു കുക്കിംഗ് ഓയിൽ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് പാപ്രിക്ക ചേർക്കുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പാപ്രിക്ക ചേർക്കുന്ന സമയത്ത് ഒരിക്കലും തീ കൂടിപ്പോകരുത്. കരിഞ്ഞു പോയാൽ അതിൻ്റെ രുചി നഷ്ടപ്പെട്ടു പോകും കേട്ടോ. അതിലേക്ക് നമുക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീറ്റ്റൂട്ട് ചേർക്കാം. ഒരുമാതിരി വലിയ പാത്രം തന്നെ എടുക്കണം. എന്നിട്ട് 1/4 ഭാഗം നമ്മൾ വെള്ളം ചേർക്കണം. അതിലേക്ക് ഉപ്പ് ചേർക്കണം. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. എന്നിട്ട് അതിനെ തിളയ്ക്കാനായിട്ട് അനുവദിക്കുക. നല്ലപോലെ വെട്ടി തിളയ്ക്കണം. ഈ സമയത്തുണ്ടല്ലോ, നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ റവ മിക്സും നമ്മുടെ മീറ്റിൻ്റെ മിക്സും എടുക്കുക. ഒരു പാത്രത്തിനകത്ത് ശകലം വെള്ളം എടുത്ത് അടുത്ത് വെച്ചിട്ട് കയ്യിൽ വെള്ളം ഒന്ന് പുരട്ടിയിട്ട് നമ്മൾ ഈ ചെറിയ ബോളായിട്ട് എടുക്കുക. അല്ലെങ്കിൽ കയ്യിൽ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ കോഴിക്കോട്ട വെക്കത്തില്ല നമ്മളതുപോലെ. പക്ഷേ ഇതിന് പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് വളരെ തിന്നായിരിക്കണം, അല്ലെങ്കിൽ ഭയങ്കര കട്ടിയായിപ്പോവും. അപ്പോൾ നമ്മൾ വളരെ തിന്നായിട്ടുള്ള ഒരു ലെയർ ഉണ്ടാക്കുന്നത്. ഒരു ചെറിയ ബോൾ എടുത്തിട്ട് അതിനകത്ത് വെച്ചിട്ട് നമ്മളിതിനെ ഈ ചുറ്റോടുള്ള മാവുകളെല്ലാം ഇതിനെ ചെയ്തിട്ട് ഉണ്ടയാക്കുന്ന സമയത്ത് ഇതിന് ചെറിയ ചെറിയ ഹോളുകളൊക്കെ കാണും. നമ്മൾ തിന്നായിട്ടല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെല്ലാം നന്നായിട്ട് അടയ്ക്കണം. അടച്ചില്ലെങ്കിൽ നമ്മൾ ഇതിൻ്റെ വെള്ളത്തിനകത്തോട്ട് ഇടുന്ന സമയത്ത് ഇത് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഇതിനകത്ത് വെള്ളം കയറിയിട്ട് ലീക്കായിട്ട് ഇതിൻ്റെ അകത്ത് മിക്സ് എല്ലാം ഈ പാത്രത്തിലേക്ക് പരക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ ഉണ്ടാക്കുന്ന ഡിഷ് ഫ്ലോപ്പായിപ്പോകും. അതുകൊണ്ട് എല്ലാം അടച്ചിട്ട് വേണം, നല്ലപോലെ എല്ലാം അടച്ച് നല്ല ഉരുണ്ടയാക്കിയതിന് ശേഷം തിളച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ വെട്ടിത്തിളച്ചുകൊണ്ടിരിക്കുക എന്ന് തന്നെ പറയണം. വെട്ടിത്തിളച്ചുകൊണ്ടിരിക്കുന്ന ഈ മിക്സിനകത്തേക്ക് നമ്മൾ നമ്മുടെ ഉണ്ടയെടുത്ത് അല്ലെങ്കിൽ ബോളെടുത്ത് ഇട്ട് കൊടുക്കുവാണേ. ഇട്ട് കൊടുക്കുമ്പോൾ നല്ല ഉറപ്പ് വരുത്തിക്കോണം, നല്ലപോലെ തിളച്ചായിരിക്കണം. എന്നിട്ട് നമ്മളെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ തിളയ്ക്കുക. സിമ്മിന് മീഡിയത്തിൽ നിന്ന് സിമ്മിൻ്റെ ഇടയ്ക്കായിട്ട് വെക്കണേ. എന്നിട്ട് നല്ലപോലെ വേവുക. വെള്ളം നല്ലപോലെ പറ്റും കേട്ടോ. നല്ലപോലെ പറ്റും എന്ന് പറഞ്ഞാൽ മുഴുവൻ പറ്റിപ്പോകത്തില്ല, കുറച്ച് ചാറും ഉണ്ട്. ഇതാണ് നമ്മൾ കണ്ടോ, നമ്മുടെ മീറ്റ് റോൾ റെഡിയായി. എന്നെ അടിപൊളിയാന്ന് നോക്കിയാൽ കാണാൻ. ഇതുണ്ട്, കട്ട് ചെയ്യുമ്പോൾ കണ്ട് അതിനകമൊക്കെ നല്ലപോലെ വെന്ത്. എല്ലാവരും ഇപ്പോൾ കണ്ട് ഷെയർ ചെയ്ത് ഉണ്ടാക്കി നോക്കണം കേട്ടോ. താങ്ക് യു സോ മച്ച്.